എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബറിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതിന്റെ തീമുമാണ്. PSCയിലെ ദിനങ്ങളും പ്രമേയങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒക്ടോബർ 1 എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസും നമ്മുടെ ഗാന്ധി ജയന്തിയുമാണ്. ഒക്ടോബർ 9 വരുമ്പോൾ ഗ്ലോബലി നമ്മൾ അതിനെ വേൾഡ് പോസ്റ്റ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ഡേയുടെ 2025 തീം എന്ന് പറയുന്നത് പോസ്റ്റ് ഫോർ പീപ്പിൾ, ലോക്കൽ സർവീസ്, ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നതാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തീം. അതുപോലെ തന്നെ ഒക്ടോബർ 9 ഈ വർഷം 2025 നമ്മൾ വേൾഡ് സൈറ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ മന്തിലെ 2ാം വ്യാഴാഴ്ചയാണ് നമ്മൾ വേൾഡ് സൈറ്റ് ഡേ ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ നമ്മൾ ലവ് യുവർ ഐസ് എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീമായിട്ട് എടുത്തിട്ടുള്ളത്. ഒക്ടോബർ 10 വരികയാണെന്നുണ്ടെങ്കിൽ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ് ഒക്ടോബർ 10. 1992 വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ആണ് ഇങ്ങനെ ഒരു ഡേ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസ്, മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റാസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒക്ടോബർ 16 ആണ് ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ്സ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഫുഡ് ഡേയുടെ ഈ വർഷത്തെ തീം ഇതാണ്. അപ്പോൾ ഒക്ടോബർ 16 ഫുഡ് ഡേ ആണ്. മാത്രമല്ല ഈ ഒക്ടോബർ 16 കുറിച്ച് നമ്മളുടെ 5th SCERT പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ സയൻസിൻ്റെത്. അതും കൂടി ഓർക്കാം. ഇനിയും ഒക്ടോബർ 24 UN ഡേ ആൻഡ് വേൾഡ് പോളിയോ ഡേ ആണ് ഒക്ടോബർ 24 എന്ന് പറയുന്നത്. എൻ പോളിയോ, എവരി ചൈൽഡ്, എവരി വാക്സിൻ, എവരി വെയർ. ഇതാണ് പോളിയോ ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. UN ഡേ നമുക്കറിയാം, UN-ന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് UN ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു.